ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ വലിയ പിശാച് കുട്ടി പിശാചുക്കളോട് ചോദിച്ചു, ഭൂമിയിൽ പോയി മനുഷ്യരെ പിടിക്കാൻ നിങ്ങൾ പോവുകയാണോ? എന്താണ് നിങ്ങളുടെ തന്ത്രം? ഒന്നാമൻ പറഞ്ഞു, ഞാൻ മനുഷ്യരോട് പറയും ദൈവമില്ലെന്ന്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിച്ചു കൊള്ളുവാൻ. അപ്പോൾ വലിയ പിശാച് പറഞ്ഞു, ഇല്ല, ദൈവമുണ്ടെന്ന് മനുഷ്യർക്കറിയാം, നിന്റെ തന്ത്രം വിലപ്പോകുകയില്ല. അപ്പോൾ രണ്ടാമൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, നരകമില്ലെന്ന് ഞാൻ പറയും, നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിച്ചോളൂ. വലിയ പിശാച് പറഞ്ഞു, അതും വിലപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ചെയ്യുന്ന തെറ്റിന് ശിക്ഷയായി നരകമുണ്ടെന്ന് മനുഷ്യർക്കറിയാം. അപ്പോൾ മൂന്നാമൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ട്. ഒരു കാര്യവും ശുഷ്കാന്തിയോടെ ചെയ്യേണ്ട, കൃത്യസമയത്ത് ചെയ്യേണ്ട, കൃത്യനിഷ്ഠയോടെ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ടെന്ന് ഞാൻ അവരോട് പറയും. വലിയ പിശാചിന് സന്തോഷമായി. വലിയ പിശാച് അവനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് 10,000 വീതം മനുഷ്യരെ കിട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ഈ കുട്ടി പിശാചുക്കളുടെയും വലിയ പിശാചിൻ്റെയും കെണിയിലാണ്. നമ്മുടെ വിചാരം ഇനിയും നമുക്ക് നേരമുണ്ടെന്നാണ്. ഇന്നല്ല നാളെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം എന്ന് കരുതി എത്രയോ കാര്യങ്ങളാണ് നമ്മൾ നീട്ടിവെക്കുന്നത്. അങ്ങനെ നീട്ടിവെക്കുമ്പോൾ നാം പറയുന്നത് എന്താണ്? ഞാൻ നാളെ ജീവനോടെ ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നല്ലേ നാം പറയുന്നത്? നമ്മുടെ മക്കളോട്, നമ്മുടെ ജീവിത പങ്കാളിയോട്, നമ്മുടെ അയൽക്കാരോട്, നമ്മുടെ ചങ്ങാതിമാരോടൊക്കെ അല്പം കൂടി സ്നേഹത്തോടെ പെരുമാറാൻ ഇനിയും നാളെ എനിക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നാളെ ചെയ്യൂ എന്ന് നമ്മളോട് പറയുന്നത് ഈ കുട്ടി പിശാചുക്കളാണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് തന്നെ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഹാർമണി പേരൻറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും ഞാനുമായി 1-to-1 കൺസൾട്ടേഷനും ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.